ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഗോട്ട് എന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ FTFS കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ് കേട്ടോ, അബുദാബി മുസഫയിലാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഷാബിയ സഫീർ മാളിലാണ് കേട്ടോ. 2:30ക്കാണ് നമുക്ക് ഫസ്റ്റ് ഷോ. അപ്പോൾ ആ സിനിമ നമ്മൾ കാണാൻ പോകണം. കണ്ട ശേഷം നമ്മൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ഒരു 12 മണി 12:30ക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ 2:30ക്ക് നമ്മൾ അവിടെ നിന്ന് സിനിമ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം കേട്ടോ. അപ്പം നമ്മൾ സഫീർ മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ തിയേറ്റർ. അപ്പോൾ നമ്മൾ ഗോട്ടിൻ്റെ FTFS കണ്ടിട്ട് വരികയാണ് കേട്ടോ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സൂപ്പർ പടം, വിജയിൻ്റെ സൂപ്പർ പടം തന്നെ നമുക്ക് പറയാം. എല്ലാ ഫാമിലി ഓഡിയൻസിനും കുട്ടികൾക്കും എല്ലാ ഫാൻസിനും എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളുണ്ട്. ഇനി സ്പോയിലർ അലേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാത്തവരാണെങ്കിൽ ഈ റിവ്യൂ കാണേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രെയിലറിൽ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് സിനിമയിലുള്ളത്. പിന്നെ കുറച്ച് ക്യാമിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി നമുക്ക് കുറച്ച് വന്നതാണ്, ഒരു റൂമറായിട്ട് വന്നതാണ്. ഇയാളെ വരുന്നുണ്ട്, SK വരുന്നുണ്ട്, ക്യാപ്റ്റൻ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ധോണിയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ റൂമറായിട്ട് വന്നിട്ടുണ്ട്. ആ റൂമറൊക്കെ ശരിയാണ്, ഇതിലെല്ലാവരും വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫാണ്. ഈ ഫസ്റ്റ് ഹാഫ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് അതിഗംഭീരമായിട്ട് തന്നെയാണ് കേട്ടോ. എന്താ ഫസ്റ്റ് ഹാഫ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയില്ല. ആ ഫസ്റ്റ് ഹാഫിലെ ഇൻ്റർവെൽ സീൻ ഉണ്ടല്ലോ, അതിലേറെ ഗംഭീരം. തലപതി വേഴ്സസ് ഇളയ തലപതി എന്ന് ഒരു മെൻഷൻ ചെയ്തിട്ടാണ് ഇൻ്റർവെൽ ബ്ലോക്ക് തന്നെ വരുന്നത്. സാധാ പോലെ തന്നെ നമ്മുടെ നായകനൊരു ഏജൻറ്റാണ്, സാറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു റോ ഏജൻറ്റാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ട്രെയിനിൻ്റെ ഉണ്ടല്ലോ, ആ സംഭവം തന്നെ കാണിക്കുന്നത്. അവിടെ പോയിട്ട് നമ്മുടെ വില്ലനായ മോഹനെ പിടിക്കാൻ വേണ്ടി പോകണം. മോഹനെ പിടിക്കാനല്ല, ഒരു സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ മോഹനെ കാണുന്നത്. പിന്നെ അവനെയും കൂടി പിടിക്കാൻ വേണ്ടി നോക്കും. പിന്നെ അവിടെ കുറച്ച് ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അങ്ങനെ അവിടെ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ അത് ക്യാപ്റ്റൻ ഉണ്ട് കേട്ടോ, നമ്മുടെ ക്യാപ്റ്റൻ വിജയകാന്ത്. ആ വേഷത്തിലാണ് നമുക്ക് പോകുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ വിജയകാന്തിൻ്റെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി സ്പോയിലർ ഉണ്ട്, അപ്പോൾ നിങ്ങളെ കാണാത്തവരാണ് സ്കിപ്പ് ചെയ്തോളാം. അപ്പോൾ അങ്ങനെ പോയി അവിടെ ട്രെയിൻ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിജയാണെങ്കിൽ അവൻ്റെ ലൈഫിലായിട്ട് വരുന്നുണ്ട്. ഒരു ഭാര്യ, ഒരു മകൻ, പിന്നെ കുറച്ച് സറൗണ്ടിൽ അവൻ്റെ ടീംമേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. പിന്നെ ട്രെയിലറിൽ കാണിച്ച പോലെ തന്നെ ഇവർ ബാങ്കോക്ക് തായ്ലൻഡ് അവിടെ പോകുമ്പോൾ കുറച്ച് പേര് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഒരു മിഷൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇവൻ്റെ മകൻ മിസ്സാകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ മകൻ മരിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഒരു മോള് ജനിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാലത്തിന് ശേഷവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് വേറെ ഒരു ഇതൊക്കെ ചെയ്യാൻ പോകും, വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെ വരുമ്പോഴാണ് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ മുഖം നോക്കുമ്പോൾ നമ്മുടെ വിജയിൻ്റെ അതേപോലെയുള്ള മുഖം. അപ്പോഴാണ് ഇവൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ അവനെ എടുത്തു വളർത്തിയത് നമ്മുടെ വില്ലനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ നിന്നിട്ട് അവസാനം വില്ലൻ ആരാണ്? വില്ലനും നമ്മുടെ വിജയ് തന്നെ. നായകൻ ആരാണ്? നായകനും നമ്മുടെ വിജയ് തന്നെ. അതായത് ഇളയ തലപതി വേഴ്സസ് തലപതി, അതാണ് ഇൻ്റർവെല്ലിൽ. പിന്നെ നമ്മുടെ വിജയ്ക്ക് അറിയില്ല അവൻ്റെ മകൻ തന്നെയാണ് വില്ലൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോരോ കണ്ടുപിടിക്കലും അവൻ്റെ ടീംമേറ്റ്സിനായിരുന്നു കൊല്ലുന്നതും. പിന്നെ ലാസ്റ്റ് ചെന്നൈ ആ മാച്ചും കാര്യങ്ങളൊക്കെ എല്ലാം കിടുവായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഗംഭീരം. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ലൈമാക്സിനോ അടിക്കുമ്പോൾ ഒരു 40 മിനിറ്റ് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഒരു വേറൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇവർ ഈ കഥകളും അതേപോലെ ക്ലോണിൻ്റെ കുറച്ച് സംഭവങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട്. ക്യാമിയോ ഉണ്ട്, അതിൽ മട്ടേ സോങ്, അത് സൂപ്പർ. ഒന്നാമത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ വിസിൽ പോഡാണ്, അതും സൂപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയിൽ ഒരു പാട്ടുണ്ടായിരുന്നു, മീനാക്ഷി ചൗധരി ആയിട്ടുള്ള ഒരു പാട്ടിൽ സ്പാർക്ക്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഡ്യൂറേഷൻ കുറയും. ഇത് 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് ലാഗ് തോന്നുള്ളൂ. പക്ഷെ എന്നാലും പിന്നെ അങ്ങോട്ട് ശരിയായിക്കണം, സൂപ്പറായി പോകുന്നുണ്ട്. ഒരു പാട്ടൊക്കെ കട്ട് ചെയ്യായിരുന്നു. അതിൽ വിസിൽ പോഡ് സൂപ്പറായിരുന്നു. ഡാൻസും കാര്യങ്ങളൊക്കെ. വിജയൻ്റെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യങ്ങർ വിജയ്, അതായത് നമ്മുടെ വിജയൻ്റെ മകനെ അഭിനയിക്കുന്നതല്ലോ, ഓൻ്റെ അഭിനയം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അഴകിയ തമിഴ്മകനിലെ വിജയ് വില്ലനിസം വരില്ലേ, ആ ക്യാരക്ടർ പോലും വരുന്നുണ്ട്. അതും അതിഗംഭീരമായിട്ട് തന്നെയുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു തല്ലും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ക്ലൈമാക്സിൽ സ്റ്റെടുത്ത് വെച്ച ഫൈറ്റ് ഒക്കെ നമുക്ക് ട്രെയിലറിൽ കാണിച്ചത് അത് തന്നെയാണ് സംഭവം. പിന്നെ കുറച്ച് പറയാത്ത കുറച്ച് ക്യാമിയോസ്, മട്ടേ സോങ്ങിൽ
തൃഷൻ്റെ അപ്പോൾ ഒരു ഡാൻസ് ഉണ്ട്, അത് അതിഗംഭീരം തന്നെ. എല്ലാവരും നേരത്തെ തന്നെ വന്നാണ് തൃഷ അതിൽ ആടിയിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലെ ഡാൻസ് അടിപൊളി പറഞ്ഞാൽ അടിപൊളി. പിന്നെ നമ്മുടെ ക്ലൈമാക്സിൽ ദ ലയൻ ഈസ് ഓൾവേസ് ലയൻ എന്ന് പറയുന്നത് അങ്ങനെ കാര്യങ്ങൾ സിനിമ ഒറ്റവാക്കി പറയുക സൂപ്പർ, അതിഗംഭീരം. ഫസ്റ്റ് ഹാഫ് സൂപ്പർ, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് വീണ്ടും പഴയ ട്രാക്കിലേക്ക് കയറി ക്ലൈമാക്സിൽ നേരെ ക്ലോണിൻ്റെ സംഭവം, അതായത് ഇനി ഗോട്ട് വേഴ്സസ് വേറെ ഇനി ക്ലോണും കാര്യങ്ങളൊക്കെ കുറേ വിജയികൾ വരുന്നുണ്ട്. അങ്ങനെ എന്തോ സംഭവം ക്ലൈമാക്സിലാക്കാൻ വേണ്ടി നോക്കി. പിന്നെ അതേപോലെ ബ്ലോക്കേഴ്സ് ഉണ്ട്, അത് മസ്റ്റായി നിങ്ങൾ കാണുക കേട്ടോ. അത് വിജയ് എൻജോയ് ചെയ്തിട്ട് നല്ല കോമഡീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു 5ൽ നമുക്കൊരു 4 സ്റ്റാർ നമുക്ക് കൊടുക്കാം കേട്ടോ. വിജയിൻ്റെ ഒരു ഫൺ, നിങ്ങൾക്ക് സൂപ്പറായി ടിക്കറ്റ് എടുക്കാൻ നല്ല സൂപ്പർ പടം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു മോശമായിട്ടുള്ള ഒരു പടമൊന്നുമല്ല, നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാനും പറ്റും. അതേപോലെ തന്നെ ഈ പടത്തിന് ധാരാളം നെഗറ്റീവ് റിവ്യൂസ് വരാൻ കാരണമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിജയ്ക്കെതിരായിട്ട് ഇപ്പോൾ കേരളത്തിൽ കുറേ ആൾക്കാർ സൂര്യ ഫാൻസ്, അതേപോലെ രജനി ഫാൻസ്, അങ്ങനെ കുറേ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ഇതിന് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. ഇവർ രണ്ടുപേരും മാക്സിമം ട്രൈ ചെയ്യും ഊളപ്പടം അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അതൊന്നും കേൾക്കണം. നിങ്ങൾ ധൈര്യമായി ടിക്കറ്റ് എടുത്ത് നിങ്ങൾ കാണുക, നിങ്ങളുടെ റിവ്യൂ ഇടുക. ഓക്കെ, പടം നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് മസ്റ്റ് വാച്ചബിളാണ്, നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് പടം തന്നെയാണ് കേട്ടോ. ഇതിൽ ക്യാമിയോസ് എന്ന് പറയുന്നത് ആരൊക്കെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ വിജയകാന്താണ്. വിജയകാന്ത് വരും ക്യാമിയോ ആയിട്ട്. അത് നമുക്ക് ആണ് അറിയുന്നുണ്ട്, പക്ഷെ അവർ അതിന് വേറെ സംഭവം ചെയ്തിട്ടുണ്ട്. വിജയകാന്ത് എങ്ങനെയാണ് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്നുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകും. അതിങ്ങനെ ചെയ്താണെന്ന് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ, വിജയകാന്തിനെ കാണുമ്പോൾ തന്നെ അറിയാം അത് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എങ്ങനെ പോകുന്നുണ്ട് എനിക്ക് കഥ പ്രിഡിക്റ്റബിൾ ആയിരുന്നു. വെങ്കട് പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ നിങ്ങൾക്ക് പ്രിഡിക്റ്റബിൾ ആയിരിക്കില്ല എന്നുള്ളത്. എനിക്ക് പ്രിഡിക്റ്റബിൾ ആയിരുന്നു. എന്താ നടക്കുന്നുള്ളത് ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത് എങ്ങനെ സംഭവിക്കാമെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇവൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാൾ ചതിക്കുന്നുണ്ട്, നമ്മുടെ വിജയിനെ ചതിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ മലയാളി താരം ഉണ്ടല്ലോ അജ്മലാണ് ചതിക്കാന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അജ്മലല്ല ചതിക്കുന്നത്, വേറെ ആരും ഞാൻ പറയില്ല, അജ്മലല്ല ചതിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് മാത്രം ഞാൻ കണ്ടുപിടിച്ചില്ല. ബാക്കി എല്ലാ കഥയും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ലാസ്റ്റുള്ള ക്ലോണിൻ്റെ സംഭവം അതും എനിക്കറിയില്ല. അപ്പോൾ വിജയകാന്ത് ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ തൃഷയാണ്. തൃഷ ഡാൻസ് കളിക്കാൻ വേണ്ടി വരുന്നുണ്ട് ലാസ്റ്റ്. പിന്നെ ക്ലൈമാക്സിൽ SK വരുന്നുണ്ട്. പിന്നെ ധോണി, ജഡേജ, അവൻ്റെയൊക്കെ ഒരു നമ്മുടെ ഫൈനൽ ഉണ്ടല്ലോ, മുംബൈ വേഴ്സസ് സെമി ഫൈനൽ ചെന്നൈ, ആ കളിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. വേറെ നമുക്ക് ട്രെയിലർ കണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്പോയിലറാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഗോട്ട് പേഴ്സണലായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴത്ത് കമൻറ്റ് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.